നമസ്കാരം. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് 25 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിൽ 2 യുവതികൾ അറസ്റ്റിലായി. കണിയാപുരം റെയിൽവേ സ്റ്റേഷന് സമീപം KRRA 192 ഫെഡ് ഫോർട്ടിൽ രഹന, സുഹൃത്ത് മുരുക്കുംപുഴ കോഴിമട ക്ഷേത്രത്തിന് സമീപം മംഗലശ്ശേരിയിൽ ജയസൂര്യ പ്രകാശ് എന്നിവരെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. അടൂർ കടമ്പനാട് സ്വദേശിയായ ജയസൂര്യ പ്രകാശ് CPM നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. മുൻപ് DYFI പ്രവർത്തക ആയിരിക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യാജരേഖ നിർമ്മിച്ച KTDCയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 3 കോടിയോളം രൂപ തട്ടിയെടുത്തിരുന്നു. ഇതിന്റെ ഉള്ളറ രഹസ്യങ്ങൾ മുഴുവൻ അറിയാമായിരുന്ന DYFI നേതാവ് ജോയൽ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. CPM നേതാക്കൾ അടൂർ SHO ആയിരുന്ന ബിജുവിനെ കൊണ്ട് ജോയലിനെ കസ്റ്റഡിയിൽ ഇട്ട് മർദ്ദിച്ചു. ശേഷം കൊലപ്പെടുത്തിയെന്ന പരാതിയുമായി മാതാപിതാക്കൾ കോടതി കയറി ഇറങ്ങുകയാണ്. നിലവിൽ കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് തട്ടിപ്പ് നടത്തിയത്. സ്റ്റേഷൻ കടവ് സ്വദേശിയായ യുവതിയിൽ നിന്ന് 8 ലക്ഷം, കീരിക്കാട് സ്വദേശിയായ യുവാവിൽ നിന്ന് 3 ലക്ഷം, വട്ടപ്പാറ സ്വദേശിയിൽ നിന്ന് കഴക്കൂട്ടം സ്വദേശിയിൽ നിന്നും 6 ലക്ഷം വീതവും തട്ടിയെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ജോലി കിട്ടാതായപ്പോൾ UK വിസ നൽകാമെന്ന് പറഞ്ഞും ഇവർ കബളിപ്പിച്ചു. രഹന ബൈക്ക് റൈഡറായി അറിയപ്പെടുന്നയാളാണ്. കന്യാകുമാരി മുതൽ കശ്മീർ വരെ ബൈക്ക് റൈഡിംഗ് നടത്തിയിട്ടുണ്ട്. ജയസൂര്യ കടമ്പനാട് പഞ്ചായത്ത് മുൻ അംഗവും CPM നേതാവുമായ സതിയമ്മയുടെ മകളാണ്. CPMന്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖ നേതാക്കളുമായി ഇവർ അടുത്ത ബന്ധം പുലർത്തുന്നു. അടൂരിലെ DYFI മേഖലാ സെക്രട്ടറി ജോയലിന്റെ കസ്റ്റഡി മർദ്ദനവും തുടർന്നുള്ള മരണത്തിലേക്കും നയിച്ച സംഭവങ്ങളുടെ പിന്നാമ്പുറ വാർത്തകൾ പുറത്തുവിട്ടത് മറുനാടൻ അടക്കമുള്ള മാധ്യമങ്ങളായിരുന്നു. CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് S മനോജ് അടക്കമുള്ളവർക്ക് ജയസൂര്യയുടെ സാമ്പത്തിക തട്ടിപ്പിലുള്ള പങ്ക് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത്. അന്ന് മറ്റ് മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. മറുനാടനിലും മംഗളം ദിനപത്രത്തിലുമാണ് തുടർ വാർത്തകൾ ഇത് സംബന്ധിച്ച് വന്നത്. തുടർന്ന് മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയ, മംഗളം ദിനപത്രത്തിന്റെ ജില്ലാ ലേഖകൻ G വിശാഖൻ, ജോയലിന്റെ അയൽവാസിയും പ്രാദേശിക പത്രപ്രവർത്തകനുമായിരുന്ന അരുൺ നെല്ലിമുകൾ എന്നിവർക്കെതിരെ മനോജിന്റെ നിർദ്ദേശപ്രകാരം അടൂർ പോലീസ് കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തു. FIR ഇട്ട് പേടിപ്പിക്കാനുള്ള മനോജിന്റെ നീക്കം തള്ളിക്കൊണ്ട് മറുനാടൻ വാർത്തകൾ തുടർന്നു. യാതൊരു തെളിവുകളും ഇല്ലാതെ നൽകിയ പരാതിയിൽ കേസ് എടുത്തു പോലീസ് വെട്ടിലായി. തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് വ്യക്തമായെങ്കിലും കേസ് തീർപ്പാക്കാതെ ഇട്ടിരിക്കുകയാണ്. കേസ് വ്യാജമാണെന്ന് റിപ്പോർട്ട് നൽകിയാൽ പരാതിക്കാരനായ മനോജിനെതിരെ നിയമ നടപടി വരുമെന്ന് കണ്ടാണ് അന്തിമ റിപ്പോർട്ട് നൽകാതിരിക്കുന്നത്. DYFI നേതാവും CPM ഏരിയ സെക്രട്ടറി മനോജ് അടക്കമുള്ള നേതാക്കളുടെ അടുത്ത സുഹൃത്തുമായിരുന്നു വ്യാജ നിയമന ഉത്തരവ് നൽകി കോടികളുടെ തട്ടിപ്പ് നടത്തിയ ജയസൂര്യ പ്രകാശ്. ഇവരുടെ ഡ്രൈവറായിരുന്നു പിന്നീട് പോലീസ് മർദ്ദനത്തിൽ ശാരീരിക അസ്വസ്ഥതകളുണ്ടായി മരണപ്പെട്ട DYFI നേതാവ് ജോയൽ. ജയസൂര്യയും പ്രശാന്ത് പ്ലാന്തോട്ടം എന്ന CPM നേതാവും ചേർന്നാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് KTDCയിലേക്ക് വ്യാജ നിയമന ഉത്തരവ് നൽകി തട്ടിപ്പ് നടത്തിയത്. ജയസൂര്യയുടെ ഡ്രൈവറായി ജോയലിനെ നിയമിച്ചത് അഡ്വക്കേറ്റ് S മനോജ് ആയിരുന്നു. ഇപ്പോഴും ജയസൂര്യയ്ക്കൊപ്പമുണ്ടായിരുന്ന ജോയലിന് അവർ എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു, ഏതൊക്കെ നേതാക്കളെ കാണുന്നു, തട്ടിപ്പിന്റെ വിഹിതത്തിൽ ആരൊക്കെ പങ്കു പറ്റുന്നു എന്നൊക്കെ വ്യക്തമായി അറിയാമായിരുന്നു. വ്യാജരേഖ ചമച്ച് ജോലി തട്ടിപ്പ് നടത്തിയതിന് 2018 ഓഗസ്റ്റിൽ ഒടുവിൽ പന്തളത്ത് വച്ച് ജയസൂര്യ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുമ്പോൾ ജോയലും ഉണ്ടായിരുന്നു. ജയസൂര്യയ്ക്ക് വിശാലമായ ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലേറെയും S മനോജുമായിട്ടായിരുന്നു. ഈ വിവരം അറിയാമായിരുന്ന ജോയൽ പാർട്ടിയും നേതാക്കളുമായി അകന്നു. ഇതോടെ നേതാവിന്റെ കണ്ണിലെ കരടായി ജോയൽ മാറി. ആസൂത്രിതമായി ജോയലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അടൂർ ഇൻസ്പെക്ടറായിരുന്ന ബിജുവും ജോയലും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എന്നിട്ടും കസ്റ്റഡിയിലെടുത്ത ജോയലിനെ ഇയാൾ യാതൊരു പരിചയവും കാണിക്കാതെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ജോയലിന്റെ പിതാവിന്റെയും പിതൃസഹോദരിയുടെയും മുന്നിൽ വച്ചായിരുന്നു മർദ്ദനം. ഇതിനുശേഷം ബിജു തന്നെ ജോയലിനോട് ക്ഷമ ചോദിക്കുകയും മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുവെന്നാണ് ബന്ധുക്കൾ പരാതിയിൽ പറയുന്നത്. എന്തായാലും മർദ്ദനമേറ്റ 5-ാം മാസം ജോയൽ മരിച്ചു.